കരുവന്നൂരടക്കം സംസ്ഥാനത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് കണ്ടുകെട്ടിയ പണം പരാതിക്കാർക്ക് തിരികെ നൽകുമെന്ന് ഇ.ഡി. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നമ്മളൊരു 10ഓളം കേസുകളിൽ തന്നെ റെസ്റ്റിറ്റ്യൂഷന്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കോപ്പറേറ്റീവ് ബാങ്ക് സ്കാംസ്, ഇൻവെസ്റ്റ്മെന്റ് സ്കാംസ്, സാധാരണക്കാരെ അഫക്ട് ചെയ്യുന്ന കേസുകൾക്കാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നിയമ നടപടികൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് നമ്മൾ അത് അവരിലേക്ക് തന്നെ ആ പണം തിരിച്ചു നൽകുന്നതാണ്. ഈ കേസിന് നമ്മുടെ സീനിയേഴ്സിന്റെ ഒക്കെ എല്ലാ സപ്പോർട്ടും ഇടപെടലുകളും ഡയറക്ടർ സാറിന്റെ, അഡീഷണൽ ഡയറക്ടർ സാറിന്റെ, എസ് ഡി സാറിന്റെ ഒക്കെ നിരന്തര സപ്പോർട്ടും ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വ്യാഴാഴ്ചയാണ് അവർ കോർട്ടിന്റെ ഓർഡർ അനുസരിച്ചുള്ള അഫിഡവിറ്റ് ഇവിടെ നമ്മുടെ ഓഫീസിൽ ഫയൽ ചെയ്തത്. കംപ്ലൈനൻസ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി നടപടികളൊക്കെ പൂർത്തിയാക്കാൻ പറ്റി. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്റെ ടീം മെമ്പേഴ്സിന്റെയും സീനിയേഴ്സിന്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ബാങ്ക് ഒഫീഷ്യൽസിന്റെ സൈഡിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് പോലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ അവർക്ക് DD ആയിട്ട് അവരുടെ കാശ് നമ്മൾ കൈമാറുകയാണ്. കാരക്കോണം മെഡിക്കൽ കോളേജ് സീറ്റ് തട്ടിപ്പ്, കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് തുടങ്ങി 7 സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പരാതിക്കാർക്കാണ് പണം തിരികെ നൽകുന്നത്. കാരക്കോണം മെഡിക്കൽ കോളേജ് സീറ്റ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരായ 6 പേർക്ക് പണം ഡിമാൻഡ് ഡ്രാഫ്റ്റായി തിരികെ നൽകി. സ്ഥലം